السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, മറ്റ് രക്ഷിതാക്കൾ, എന്റെ ശബ്ദം ശ്രവിക്കുമ്പോൾ ആദ്യം സുഹൃത്തുക്കൾ, ഈ പ്രൗഢമായ ആശ്വാസത്തിന്റെ വേദി മനുഷ്യാവകാശങ്ങൾ എന്ന വിഷയത്തെ കുറിച്ച് പറഞ്ഞു നിർത്താം. ഇസ്ലാം മനുഷ്യാവകാശങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇസ്ലാം മനുഷ്യാവകാശം ഒരു ദൈവീയ ഉത്തരവാദിത്വമായി കണക്കാക്കുന്നു. മനുഷ്യാവകാശം, മനുഷ്യന്റെ ഹക്ക്, അതായത് അവകാശങ്ങൾ ഇസ്ലാം തീർച്ചയായും നിർദ്ദേശിക്കുന്നു. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, മക്കന്നാ ബനി ആദം, ഞങ്ങൾ ആദം സന്തതികളെ ബഹുമാനിച്ചിരിക്കുന്നു. ഇത് മനുഷ്യന്റെ മര്യാദയായ മൂല്യവും അവനുള്ള ഉയർന്ന നിലയും വ്യക്തമാക്കുന്നു. ഇസ്ലാം ചില പ്രധാന മനുഷ്യാവകാശങ്ങൾ എണ്ണി പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് ജീവിതാവകാശം. മനുഷ്യന്റെ ജീവിതം അത്യന്തം മതിപ്പുള്ളതും സംരക്ഷിക്കേണ്ടതുമാണ്. ഒരു അന്യായരഹിതയായ ഒരാളെ കൊല്ലുന്നത് ഒരു മുഴുവൻ കൊല്ലുന്നത് പോലെയാണെന്ന് പറയുന്നു. രണ്ടാമതായി പറയുന്നത് സ്വാതന്ത്ര്യാവകാശമാണ്. ഇസ്ലാം അടിമത്തത്തെ അവസാനിപ്പിക്കാൻ കർശനമായി ശ്രമിച്ചു. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവായ അടിമകളെ മോചിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. മൂന്നാമതായി എണ്ണി പറയുന്നത് വിശ്വാസാവകാശമാണ്. മതത്തിൽ ബലാത്സംഗമില്ല. ഒരു വ്യക്തിയുടെയും വിശ്വാസം അതിന്റെ ആത്മാർത്ഥതയിൽ നിന്ന് വരണം. അത് ബലത്താൽ വരേണ്ട ഒന്നല്ല. ഈ അടുത്തായി മാധ്യമങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അവർ ഇതിൽ എണ്ണപ്പെടേണ്ടവരല്ല. അവർ വിശ്വാസാവകാശങ്ങളെ കാത്തു നിന്നവരാണ്. നാലാമതായി എണ്ണി പറയുന്നത് സമത്വം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അവസാന ഖുതുബയിൽ പറയുന്നു, ഒരു അറബിക്ക് അറബിയല്ലാത്തവരിൽ പങ്കില്ല. ഒരു കറുത്തവനിക്ക് വെളുപ്പ് ഉള്ളവരോട് മുന്നേറ്റമില്ല. നിങ്ങൾക്ക് എല്ലാം ഒരേ പിതാവിന്റെ മക്കളാണെന്ന് പോലും ഓർമ്മയില്ല. ആധിപത്യം ഭദ്രതയിൽ അല്ലാഹുവിന്റെ മാന്യതയിലാണ്. അഞ്ചാമതായി എണ്ണി പറയുന്നത് സ്ത്രീ അവകാശമാണ്. ഇസ്ലാം സ്ത്രീകളുടെ അവകാശങ്ങൾ മാന്യതയും നൽകി ആദ്യമായി മാറ്റുന്നു. നമ്മുടെ ഇസ്ലാമിലാണ് ആദ്യമായി സ്ത്രീ അവകാശം കൊണ്ടുവരുന്നത്. പിതാവ്, ഭർത്താവ്, മകൻ എന്നിവർ സ്ത്രീകളുടെ അവകാശങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.